നമസ്കാരം. ഏത് നാട്ടുകാരെ പറയിക്കാനും ആ നാട്ടിൽ ചിലരുണ്ട് എന്ന് കേട്ടിട്ടുണ്ടോ? എന്നാൽ അങ്ങനെയൊന്നുണ്ട്. ചില സ്ഥലങ്ങളിൽ എത്ര വലിയ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നാലും ശരി, ചിലപ്പോൾ അവിടുത്തെ തെമ്മാടികളുടെ പേരിലും കള്ളന്മാരുടെ പേരിലുമൊക്കെ അറിയപ്പെടാനാണ് ആ നാടിനുള്ള ഒരു ദുർവിധി. അങ്ങനെ ഏറ്റവും കൂടുതൽ പേരുദോഷം കേൾക്കുന്നത് കായംകുളത്തുകാരായിരിക്കും എന്ന കാര്യം ഉറപ്പാണ്. കായംകുളത്ത് നിന്നാണ് KPSC എന്ന നാടക സംഘടന കേരളം മുഴുവൻ വ്യാപിച്ചത്. തോപ്പിൽ ഭാസി, ഓച്ചിറവേലുക്കുട്ടി, KPSC ലളിത, KPSC സുലോചന, അങ്ങനെ തുടങ്ങി നിരവധി കലാകാരന്മാരും സാംസ്കാരിക പ്രവർത്തകരും നിറഞ്ഞു നിൽക്കുന്ന ഒരു നാട്. ഓണാട്ടുകരയിലെ ഓടനാട് എന്ന പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് കായംകുളം. പക്ഷേ കായംകുളത്തിനൊരു പ്രശ്നമുണ്ട്. നിങ്ങൾ ആരോടെങ്കിലും ഒന്ന് കായംകുളത്തുകാരനാണ് എന്ന് പറഞ്ഞു നോക്ക്, അപ്പോൾ വരും മറുചോദ്യം, കൊച്ചുണ്ണിയാണല്ലേ എന്ന്. സംഭവം എന്താണെന്ന് മനസ്സിലായി കാണുമല്ലോ. ഒരു കാലത്ത് കായംകുളം വിറപ്പിച്ച നല്ലവനായ കള്ളൻ്റെ പേരാണ് കായംകുളം കൊച്ചുണ്ണി. അങ്ങനെ എന്തൊക്കെ ഉണ്ടായാലും ശരി, കള്ളൻ്റെ പേരിൽ അറിയപ്പെടാനാണ് കായംകുളത്തിൻ്റെ വിധി. എന്ത് ചെയ്യാനാണ്, നല്ലവർ എത്ര പേരുണ്ട്. പിന്നെ വേറൊരു കാര്യം, പണ്ട് കായംകുളം ഒരു നാട്ടുരാജ്യമായിരുന്നു. അവിടെ ഒരു രാജാവ് ഭരിച്ചിരുന്നതുമാണ്. പക്ഷെ ഇപ്പോഴും അവിടുത്തെ ഒരാൾക്ക് പോലും അവസാനത്തെ രാജാവിൻ്റെ പേര് പോലും അറിയില്ല എന്ന കാര്യവും കഷ്ടമാണ്. ഓടനാട് എന്ന പേര് മാത്രമല്ലാതെ ചരിത്രത്തിൽ മറ്റൊന്നും കാണാനില്ല എന്ന കാര്യവും വിചിത്രം. അതുപോലെ ഒരു ദുഷ്പേര് ലഭിച്ച മറ്റൊരു നാടാണ് കൊല്ലം ജില്ലയിലെ ഇത്തിക്കര. മനോഹരമായ ഇത്തിക്കരയാറ് കടന്നു പോകുന്നുണ്ടെങ്കിലും ഇത്തിക്കര അറിയപ്പെടുന്നതും ഇത്തിക്കര പക്കി എന്ന കള്ളൻ്റെ പേരിലാണ്. തിരുവനന്തപുരം ജില്ലയിൽ ഒരു സ്ത്രീയുടെ പേരിൽ ഭയപ്പെടുത്തുന്ന ഒരു വളവും നമുക്ക് പരിചിതമാണ്. കല്ലറ എന്ന സ്ഥലത്തെ ജനവാസമില്ലാത്ത ഒരു മേഖലയിലെ ഈ വളവ് അറിയപ്പെടുന്നത് സുമതി വളവ് എന്ന പേരിലാണ്. മനുഷ്യൻ്റെ ഉച്ചനീചത്വങ്ങളുടെ ക്രൗര്യത്തിൻ്റെ ഉദാഹരണമായി നമുക്ക് ഇതിനെ വിശേഷിപ്പിക്കാം. പൂർണ്ണ ഗർഭിണിയായ സുമതി എന്ന പെണ്ണിനെ ജീവനോടെ അഗ്നിക്കിരയാക്കി കൊലപ്പെടുത്തിയ സംഭവമാണ് വിവിധ കഥകളിലൂടെ സുമതി വളവിനെ കുപ്രസിദ്ധിയിലാക്കിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട പല കഥകളും ഈ നാട്ടിൽ പ്രചരിക്കുന്നുണ്ട്. ഇപ്പോഴും അതുവഴിയുള്ള യാത്ര ദുഷ്കരമാണ് എന്നുള്ളതും സുമതി അതുവഴിയുള്ള യാത്രക്കാരെ ഭയപ്പെടുത്താറുണ്ട് എന്നതുമൊക്കെയുള്ള കഥകളും ഇവിടെ വ്യാപകമായി അറിയപ്പെടുന്നുണ്ട്. ഇങ്ങനെയാണ് നമ്മുടെ നാട് അറിയപ്പെടുന്നത്. നല്ലതുകൊണ്ട് ഒരു നാടും അറിയപ്പെടുന്നതായി എനിക്കറിയില്ല. വയലാറും പുന്നപ്രയും അറിയപ്പെടുന്നത് അന്നാട്ടിൽ നടന്ന ചരിത്ര പ്രാധാന്യമുള്ള സമരത്തിൻ്റെയും മനുഷ്യ കുരുതിയുടെയും പേരിലാണെങ്കിൽ കണ്ണൂർ ജില്ലയിലെ കൂത്തുപറമ്പും അറിയപ്പെടുന്നത് ക്രൂരമായ നരഹത്യയുടെ പേരിലാണ്. 5 DYFI പ്രവർത്തകരെ വെടിവെച്ച് കൊലപ്പെടുത്തിയതിൻ്റെ നടുക്കുന്ന ഓർമ്മയാണ് കൂത്തുപറമ്പ് സംഭവം. ഇന്ന് നടുക്കത്തോടെ അല്ലാതെ കൂത്തുപറമ്പ് എന്ന സ്ഥലനാമം നമുക്ക് ഓർത്തെടുക്കാൻ കഴിയില്ല. ഇതിങ്ങനെയാണെങ്കിൽ ചില നാടിന് ദുഷ്പേര് കേൾക്കുന്നത് അവിടുത്തെ ചരിത്രാതീത കാലത്തെ ഏതെങ്കിലും പ്രമുഖരുടെ പേരിലായിരിക്കില്ല. അവിടെ നടന്ന ഏതെങ്കിലും നീചമായ പ്രവൃത്തിയോ അഴിമതിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. അതിന് ആദ്യത്തെ ഉദാഹരണമാണ് തിരുവനന്തപുരം ജില്ലയിലെ വിതുര എന്ന സ്ഥലം. ഈ പേര് കേൾക്കുമ്പോൾ തന്നെ ഇപ്പോൾ ആദ്യം മനസ്സിലേക്ക് വരുന്നത് പൊന്മുടിക്ക് പോകുന്ന വഴിക്കല്ലേ വിതുര എന്നുള്ള ചോദ്യമൊന്നും ആയിരിക്കില്ല. ഒരുപക്ഷെ കേരളം ഏറ്റവും അധിക കാലം ചർച്ച ചെയ്ത, ആദ്യമായി പ്രായപൂർത്തിയെത്താത്ത ഒരു പെൺകുട്ടിയെ ഒരു സംഘം പീഡിപ്പിച്ചതിൻ്റെ കഥയാണ്. 1995 സംഭവം നടക്കുന്നത്. മലയാള സിനിമയിലെ ഒരു പ്രമുഖ നടൻ ഉൾപ്പെടെയുള്ളവരായിരുന്നു ഈ പീഡനത്തിന് പിന്നിൽ പ്രവർത്തിച്ചത്. അതിൽ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയിലെ ഉയർന്ന നേതാവും ഉൾപ്പെട്ടതായുള്ള വാർത്തകളുമൊക്കെ പുറത്തു വന്നിരുന്നു. ശിക്ഷയും നടപ്പിലാക്കിയിരുന്നു. ജോലി വാഗ്ദാനം ചെയ്താണ് ഈ പെൺകുട്ടിയെ ഒരാൾ കൂട്ടിക്കൊണ്ടുപോയി ഇത്തരത്തിൽ കൂട്ടമാനഭംഗത്തിന് ഇരയാക്കിയത്. ഇതിൽ പ്രവർത്തിച്ചത് അജിത എന്ന സ്ത്രീയാണെന്നുള്ള വാർത്തകളും പുറത്തു വന്നിരുന്നു. ഇത് കേരളത്തിൽ വളരെയധികം ചർച്ചയായി മാറുകയും ചെയ്തിരുന്നതാണ്. പതിറ്റാണ്ടുകൾക്കിപ്പുറവും പ്രായപൂർത്തിയാകാത്ത പെണ്ണിനെ കൂട്ടമാനഭംഗത്തിന് ഇരയാക്കിയതിൻ്റെ പേരിൽ തന്നെയാണ് വിതുര എന്ന സ്ഥലം കേരളത്തിൻ്റെ ഭൂപടത്തിൽ അടയാളപ്പെടുത്തിയിട്ടുള്ളത്. സ്ത്രീപീഡനത്തിൻ്റെ പേരിൽ പേരുദോഷം വന്നിട്ടുള്ള മറ്റു നാടുകളും നമ്മുടെ കേരളത്തിലുണ്ട്. അതിൽ പ്രധാനമാണ് കോട്ടയം ജില്ലയിലെ കിളിരൂർ എന്ന സ്ഥലം. ഒരിക്കലും കേരളത്തിലുള്ളവർക്ക് ആ സ്ഥലം മറക്കാൻ കഴിയില്ല എന്നതും സത്യം. ഒരു കാലത്തും ചരിത്രത്തിലോ രാഷ്ട്രീയത്തിലോ ചർച്ച ചെയ്യപ്പെടാതിരുന്ന ഈ ഒരു സ്ഥലത്തെ ഇത്രയും വലിയ കുപ്രസിദ്ധിയിലേക്ക് എത്തിച്ചത് ഷാരി എന്ന പെൺകുട്ടിക്കെതിരായി നടന്ന ലൈംഗിക ആക്രമണവും തുടർന്നുണ്ടായ ഷാരിയുടെ മരണവുമായിരുന്നു. അഭിനയ മോഹവുമായി നടന്ന ഒരു സാധാരണ കുടുംബത്തിൽപ്പെട്ട കുട്ടിയായിരുന്നു ഈ ഷാരി. ഈ കുട്ടിയെ സീരിയൽ അഭിനയിപ്പിക്കാം എന്ന് വാഗ്ദാനം നൽകി 2003 വിവിധ സ്ഥലങ്ങളിൽ കൊണ്ടുപോയി പീഡിപ്പിച്ചത്. 2004 ഒരു പെൺകുട്ടിക്ക് ജന്മം നൽകിയതിനു ശേഷം ഷാരി ലോകത്തോട് വിട പറഞ്ഞു. അന്നൊരു VIP പേര് ഉയർന്നു കേട്ടിരുന്നു. പക്ഷേ ഇപ്പോഴും ചുരുളഴിയാത്ത ഒരു രഹസ്യമായി ആ VIP നമുക്കിടയിൽ എവിടെയോ ഉണ്ട്. അതുകൊണ്ട് തന്നെ കിളിരൂരും സ്ത്രീപീഡനത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന സ്ഥലമായി മാറിയിരിക്കുന്നു. അവിടെയും കഴിയുന്നില്ല. കവിയൂർ എന്ന സ്ഥലം ആദ്യമായി നമ്മളൊക്കെ കേട്ടത് കവിയൂർ പൊന്നമ്മയുടെയും കവിയൂർ രേവമ്മയുടെയും ഒക്കെ പേരിലായിരുന്നു. അവർ ചെയ്തു വെച്ച കഥാപാത്രങ്ങൾ മലയാളിക്ക് സമ്മാനിച്ചത് അമ്മയുടെ വാത്സല്യമായിരുന്നു. പക്ഷേ അതിനുശേഷം കവിയൂരിന് ദുർവിധി ഉണ്ടാക്കിയത് ഒരു കൂട്ട ആത്മഹത്യയുടെ കഥയായിരുന്നു.
പത്തനംതിട്ട ജില്ലയിലെ കവിയൂരിലാണ് നാരായണൻ നമ്പൂതിരിയും ഭാര്യയും മക്കളും ആത്മഹത്യ ചെയ്തത്. ഇവിടെയും അനഘ എന്ന പെൺകുട്ടിയുടെ മരണവും അതിനെ തുടർന്നുള്ള അന്വേഷണത്തിലാണ് ആ കുട്ടി മരിക്കുന്നതിന് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് പീഡിപ്പിക്കപ്പെട്ടു എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന റിപ്പോർട്ടും പുറത്തു വരുന്നത്. കിളിരൂർ കേസിലെ പ്രധാന പ്രതിയായ ലതാ നായർ ഈ വീട്ടിൽ ഒളിവിൽ താമസിച്ചിരുന്ന വിവരവും പുറത്തു വന്നു. അതോടൊപ്പം ലതാ നായരാണ് ഇവരെ ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നുമുള്ള കുറിപ്പും കണ്ടെടുത്തു. അങ്ങനെ രണ്ട് കലാകാരികളുടെ പേരിൽ അറിയപ്പെട്ട കവിയൂർ എന്ന സ്ഥലം പിന്നീട് ദുരന്തത്തിൻ്റെ പേരിൽ അറിയപ്പെടാൻ തുടങ്ങി. കേരളത്തിൻ്റെ കവാടമായിട്ടാണ് വാളയാറിനെ അറിയപ്പെടുന്നത്. വാളയാർ ചെക്ക് പോസ്റ്റ് അധികാരികൾ നടത്തി വന്നിരുന്ന അഴിമതി കാരണം ഈ സ്ഥലത്തിന് നേരത്തെ തന്നെ ഒരു ചീത്തപ്പേരുണ്ടായിരുന്നു. അതിനുശേഷമാണ് രണ്ട് കുരുന്നുകളുടെ ആത്മഹത്യയുടെ പേരിൽ അറിയപ്പെടാൻ ഈ നാടിന് ദുർവിധിയുണ്ടായത്. 2017 ജാനുവരിയിലാണ് 13-9 വയസ്സുള്ള രണ്ട് പെൺകുട്ടികളെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഈ കുട്ടികൾ ആത്മഹത്യ ചെയ്യാനുള്ള സാഹചര്യം നിലവിലില്ല എന്ന തിരിച്ചറിവിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് രണ്ട് കുട്ടികളും പീഡിപ്പിക്കപ്പെട്ടതായി മനസ്സിലാക്കിയത്. അതേ തുടർന്നുണ്ടായ കോളിളക്കങ്ങൾ കേരളം കണ്ടതാണ്. വാളയാർ പെൺകുട്ടികളുടെ അമ്മ മുഖ്യമന്ത്രിക്കെതിരെ മത്സരിക്കുന്ന സ്ഥിതി വരെ കേരളത്തിന് കാണേണ്ടി വന്നു. അപ്പോഴും വാളയാർ എന്ന സ്ഥലം കുപ്രസിദ്ധിയിലേക്ക് ആണ്ടുപോയിരുന്നു. ഇനിയും ഇതുപോലെ പെൺകുഞ്ഞുങ്ങളുടെ പേരുകൾ കൊണ്ട് ഒരു സ്ഥലവും അടയാളപ്പെടുത്താതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ചിലപ്പോൾ എത്ര മനോഹരമെങ്കിലും ചിലപ്പോൾ ചില ദുരന്തങ്ങളുടെ പേരിലായിരിക്കും ചില സ്ഥലങ്ങൾ കുപ്രസിദ്ധി ആർജിച്ചിട്ടുള്ളത്. ആലപ്പുഴയിലെ പല്ലന എന്ന സ്ഥലം ഒരു ബോട്ടപകടത്തിൻ്റെ പേരിലാണ് അറിയപ്പെടുന്നത്. അന്ന് നടന്ന അപകടത്തിൽ മലയാളിക്ക് നഷ്ടമായത് ഒരു മഹാകവിയെ തന്നെയായിരുന്നു, മഹാകവി കുമാരനാശാൻ. അദ്ദേഹത്തെയും കൊണ്ടാണ് അന്നത്തെ ബോട്ടപകടം മറവിയിലേക്ക് ആണ്ടുപോയത്. 1924 ജനുവരി 31 ആ ബോട്ടപകടം നടന്നത്. പിന്നീട് തട്ടേക്കാട് എന്ന സ്ഥലവും അതിൻ്റെ മനോഹാരിതയ്ക്ക് വിഘാതമായത് 2007 നടന്ന ബോട്ടപകടമായിരുന്നു. തട്ടേക്കാട് പക്ഷിസങ്കേതത്തിനരികെയായിരുന്നു ആ അപകടം നടന്നത്. 18 പേരുടെ ജീവൻ കവർന്നുകൊണ്ട് തട്ടേക്കാട് കുപ്രസിദ്ധിയിലേക്ക് വീണുപോയി. ഏറ്റവും ഒടുവിൽ താനൂരും ഈ പട്ടികയിലേക്ക് എഴുതി ചേർക്കപ്പെട്ട പേരാണ്. ട്രെയിൻ അപകടങ്ങൾ കൊണ്ട് കുപ്രസിദ്ധി ആർജിച്ച രണ്ട് സ്ഥലങ്ങളാണ് കൊല്ലം ജില്ലയിലെ പെരുമണ്ണും കോഴിക്കോട് ജില്ലയിലെ കടലുണ്ടിയും. പെരുമൺ ദുരന്തം എന്ന് തന്നെയാണ് ഇപ്പോഴും ആ സംഭവത്തെ നമ്മൾ പറയുന്നത്. 1988 രാജ്യത്തെ തന്നെ നടുക്കിയ ആ സംഭവം ഉണ്ടായത്. അപകടത്തിൽ അന്ന് 105 പേരാണ് കൊല്ലപ്പെട്ടത്. എന്നാൽ ഇതുവരെയായി ഈ തീവണ്ടി അപകടത്തിൻ്റെ കാരണം വ്യക്തമാക്കാൻ അധികാരികൾക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതും ദുരൂഹത വർദ്ധിപ്പിക്കുന്നു. അതിനുശേഷമാണ് 2001 ജൂൺ മാസത്തിൽ കടലുണ്ടി പുഴയുടെ മേൽപ്പാലത്തിനുണ്ടായ തകരാറിനെ തുടർന്ന് തീവണ്ടി അപകടം ഉണ്ടായത്. ആ അപകടത്തിൽ മരണപ്പെട്ടവരുടെ എണ്ണം 52 പാലം പൊളിഞ്ഞ് തീവണ്ടി പുഴയിലേക്ക് മറിയുകയായിരുന്നു. അങ്ങനെ സ്ഥലങ്ങളുടെ മേൽ ചാർത്തപ്പെടുന്ന കുപ്രസിദ്ധമായ ദുരന്തങ്ങളും കഥകളും പേരുകളും നീണ്ടു പോവുകയാണ്. ഏറ്റവും ഒടുവിൽ ഇലന്തൂരും ആലുവയും കൂടി കുപ്രസിദ്ധിയുടെ പട്ടികയിലേക്ക് ഇടം പിടിച്ച സ്ഥലങ്ങളാണ്. ഇലന്തൂരിലേത് കേരളം ഇതുവരെ കണ്ടിട്ടില്ലാത്ത കേട്ടിട്ടില്ലാത്ത നരബലിയുടെ പേരിലാണ് അടയാളപ്പെടുത്തിയിട്ടുള്ളത്. എന്നാൽ ആലുവയിൽ നിന്ന് ഉയർന്നു കേട്ടത് ഒരു പിഞ്ചു കുഞ്ഞിൻ്റെ ജീവൻ വെടിയുമ്പോഴുള്ള ആർത്തനാദമായിരുന്നു. നമുക്ക് ഈ സ്ഥലങ്ങളൊക്കെയും നൽകുന്നത് ഒരു പാഠമാണ്, ഇനിയും തിരുത്തപ്പെടേണ്ട പാഠങ്ങൾ.